ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെറുവപ്പുഴ കൺവെൻഷൻ കാണാൻ പോകുന്ന ഒരു വീഡിയോയാണ്. അപ്പം കോഴഞ്ചേരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷങ്ങളിലൊന്നാണ് ഫെബ്രുവരി മാസം ഞങ്ങൾക്ക് ചെറുവപ്പുഴ കൺവെൻഷനും മാരാമൺ കൺവെൻഷനും കേട്ടോ. ആദ്യ ചെറുവപ്പുഴ കൺവെൻഷൻ 7 ദിവസം, അത് കഴിഞ്ഞ ഉടനെ മാരാമൺ കൺവെൻഷൻ 7 ദിവസമേ. ഇപ്പം 2 ആഴ്ച ഞങ്ങൾക്ക് സന്തോഷമുള്ള ദിവസങ്ങളാണ്. നമ്മൾ അവിടെ ചെന്ന് ഒത്തിരി കടകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് കണ്ട പഴയകാല മുട്ടായികളാണ്. ഇത് 2-3 കടകളുണ്ട് കേട്ടോ പഴയകാല മുട്ടായിയുടെ. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് പുളിമുട്ടായി, നാരങ്ങ മുട്ടായി, പിന്നെ ചക്കര മുട്ടായി, വല്ലേലൊട്ടി, പിന്നെ സിഗരറ്റ് മുട്ടായി, ഇങ്ങനെ ഒത്തിരി വെറൈറ്റി മുട്ടായികളാണ്. പണ്ടുള്ള മുട്ടായികൾ കേട്ടോ. ഒത്തിരി മുട്ടായികളുണ്ടായിരുന്നു. ഞങ്ങൾ കടകളിലെല്ലാം കയറി സാധനങ്ങളെല്ലാം കണ്ട് നോക്കി വെക്കുക കേട്ടോ. ഇനി ഇത് വാങ്ങിക്കുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ മാരാമൺ കൺവെൻഷന് പോയേ വാങ്ങിക്കത്തുള്ളൂ കേട്ടോ. ഇവിടെ ചെന്ന് ഇതിൻ്റെ വിലകളെല്ലാം അറിഞ്ഞ് എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് നോക്കി വെച്ചേക്കും. എന്നിട്ട് മാരാമൺ കൺവെൻഷൻ തീരുന്ന ദിവസം ഞായറാഴ്ച ഞങ്ങൾ അവിടെ പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കുവേ. എല്ലാ വർഷവും അങ്ങനെ. ഇത് കണ്ടോ, ഇതൊരു സെൻറ്റ് വിൽക്കുന്ന കടയാണ്. ഇത് വെറൈറ്റി സെൻറ്റുകളാണ്. നല്ല ഒത്തിരി ഉണ്ട് കേട്ടോ, ഓരോ വെറൈറ്റിയിലുള്ളത്. ഞങ്ങളുടെ ദേഹത്ത് കൊണ്ട് ഒരു സ്പ്രേ ഒക്കെ അടിച്ച് കാണിച്ചു, പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ പാനിപൂരി കഴിച്ചു കേട്ടോ. ഞങ്ങളാകെ കഴിക്കുന്നത് ഈ മാരാമൺ ചെറുവപ്പുഴ കൺവെൻഷൻ വരുമ്പോഴാണ് ഞങ്ങൾക്ക് ഈ പാനിപൂരി കിട്ടുന്നത്. അപ്പം ഞങ്ങൾ അതുകൊണ്ട് അത് ആവശ്യത്തിന് അകത്താക്കി. ഇത് കണ്ടോ, ഇതിൻ്റെ പേരെന്താണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. ഫോണിൽ കൂടെ ഒക്കെ കണ്ട് ഓരോരുത്തർ ഇത് നല്ലതാണെന്നും പറഞ്ഞ് കഴിക്കുന്ന വീഡിയോ ഒക്കെ ഇട്ട് കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഒന്ന് കഴിച്ച് നോക്കാൻ തോന്നി, വാങ്ങിച്ചു. പക്ഷെ ചീറ്റിപ്പോയി കേട്ടോ, കൊള്ളത്തില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ പെറ്റ് ഷോ കാണാൻ കയറിയേ. ഒരാൾക്ക് 40 രൂപ ടിക്കറ്റ്. അകത്ത് ഇത് പുറത്ത് വെച്ചേക്കുന്ന ഒരു പാമ്പാണ്. ഇത് നമ്മളെ ആകർഷിക്കാനായിട്ടാണ് ഇങ്ങനെ പുറത്ത് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടിട്ട് പിന്നെ നമ്മളകത്ത് കയറി എല്ലാം കാണും. പെറ്റ് ഷോയ്ക്കകത്ത് ഒത്തിരി കൂടുതൽ ഏതായാലും കിളികളായിരുന്നു കേട്ടോ. ഒത്തിരി കിളികളുണ്ടായിരുന്നു. പിന്നെ വെള്ളയെലിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ അകത്ത് കാണാൻ 2 കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ, പ്രസവിച്ച് കിടക്കുന്ന. പിന്നെ എമു ഉണ്ടായിരുന്നു, പാമ്പുണ്ടായിരുന്നു. പാമ്പിനെയൊക്കെ നമുക്ക് തോളെ കൂടി ഇടുകയൊക്കെ ചെയ്യായിരുന്നു കേട്ടോ. പക്ഷെ പേടി, അതുകൊണ്ട് എടുത്തില്ല. 2 കിളികളെ എടുത്തു. പക്ഷെ 2 എണ്ണം എന്തിനെങ്കിലും 2 എണ്ണത്തിന് എടുക്കുന്നത് 100 രൂപ പാസ്സായിരുന്നു. അത് വേറെ പാസ്സായിരുന്നേ. അപ്പം നമുക്കിനി ഈ വീഡിയോ ഫുള്ള് കാണാമേ. പക്ഷെ നമ്മൾ പാസ് എടുത്ത് ഇത് കാണാൻ കയറിയെങ്കിലും ഏറ്റവും സങ്കടകരമായ കാര്യമെന്ന് പറഞ്ഞാലേ ഇതൊന്നും ഒരു ആക്റ്റീവ് അല്ല കേട്ടോ. എല്ലാം അങ്ങനത്തെ ഒരു വല്ലാത്ത രീതി, ഒരു വയ്യാത്ത രീതി കിടക്കുന്ന കൂട്ടായിരുന്നു. അത് കണ്ടപ്പം ഭയങ്കര സങ്കടം തോന്നി കേട്ടോ. പിന്നെ അവരവിടെ പറയുകയും ചെയ്തു, ഇതിൽ പൂച്ചകളുണ്ട്. അപ്പോൾ അതിലൊരു പൂച്ച എന്തോ ഇരുമ്പും കൊണ്ട് കാണാൻ വന്നവരാരോ അതിൻ്റെ മുതുകിനിങ്ങനെ കുത്തിയിട്ട് അത് പഴുത്ത് വല്ലാതായി. അപ്പോൾ ഇങ്ങനെ നമ്മളെപ്പോലുള്ള മനുഷ്യർ കാണാൻ കയറുന്നവരും ഇതിനെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ട്. ഞങ്ങൾ കയറിയ സമയത്തും ഒരു പൂച്ച അവിടെ കിടന്നുറങ്ങിയപ്പോൾ അതിനെ കമ്പിക്കകത്തൂടെ അതിൻ്റെ കാലെ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒത്തിരി ദ്രോഹം ചെയ്യുന്നവരും ഉണ്ട് ഈ മൃഗങ്ങളോടൊക്കെ. കിളികളുടെ സൗണ്ടൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. പക്ഷെ അതിൻ്റെ അകത്ത് അവിടെ പാട്ടിട്ടേക്കുന്നതും കൊണ്ട് അതും കൂടെ വന്നതും കൊണ്ട് നമുക്ക് വീഡിയോയെ മ്യൂട്ട് ചെയ്തേ ഇടാൻ പറ്റത്തുള്ളേ, കാരണം കോപ്പിറൈറ്റ് വരുമല്ലോ. പിന്നെ എനിക്കാണെങ്കിൽ ഇവിടെ അറിയാൻ പറ്റാത്ത ഒത്തിരി കിളികളെയൊക്കെ കാണാൻ പറ്റി കേട്ടോ. വെറൈറ്റി കോഴികൾ, പ്രാവുകൾ ഒക്കെ നമുക്ക് ഒത്തിരി അറിയാൻ വയ്യാത്തതൊക്കെ കാണാൻ ഒരു അവസരം കിട്ടിയ ദിവസം കൂടെ ആയിരുന്നേ ഇത്.
എന്നിട്ട് ഇവിടെയാണ് ഇഗ്വാന ഉണ്ടായിരുന്നു, ഒരു പാമ്പുണ്ടായിരുന്നു, 3 ഐറ്റം കിളികളുണ്ടായിരുന്നേ. നമ്മൾ പുറത്തുനിന്ന് 40 രൂപ എടുത്ത് ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ ഈ 3 ഐറ്റംസിനെ നമ്മൾ എടുക്കാൻ 2 എണ്ണത്തിന് എടുക്കാനാണെങ്കിൽ 100 രൂപ വെച്ച് കേട്ടോ. ഒന്നിൽ ഇഗ്വാന പാമ്പ്, അല്ലെ പാമ്പ് കിളി, അങ്ങനെ എന്തെങ്കിലും 2 എണ്ണത്തിന് എടുക്കാമായിരുന്നു കേട്ടോ. പിള്ളേർക്ക് ഇഗ്വാനയും പാമ്പിനെയും പേടിയായ കാരണം അവർ കിളിയെ എടുത്തു. ഇതായിരുന്നു പാമ്പ് കേട്ടോ. ഇതിനെ കാണുമ്പോഴേ നമുക്ക് മേല് പെരുക്കുക കേട്ടോ. ഇതിനെ എടുക്കുന്നവർക്കൊക്കെ എന്തോ ധൈര്യമായിരിക്കും അല്ലയോ. ഇതിനെ കാണുമ്പം തന്നെ നമുക്ക് എന്തോ കൊടുക്കും. ഇതായിരുന്നു പലതരം പൂച്ചകളെ. ഇതിനെ കാണുമ്പം തന്നെ നമുക്ക് എന്തോ സങ്കടം കൂട്ടുക കേട്ടോ. വിളിക്കുമ്പോഴത്തേക്ക് ഇത് കിടക്കുക ക്ഷീണിച്ചിങ്ങനെ. അപ്പോൾ ആ കണ്ണിങ്ങനെ ഒന്ന് തുറന്ന് ദയനീയമായിട്ട് നമ്മളെ ഒന്ന് നോക്കും, കണ്ണടയ്ക്കും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് 3-4 എണ്ണം ഉണ്ടായിരുന്നു. അത് 3-4 ഇതുപോണക്ക് കിടക്കുമായിരുന്നു. അപ്പം ഇത്രേ ഉള്ളായിരുന്നു കേട്ടോ. ഇവിടെ കൊണ്ട് തീരുവാണ്. ഇനി ഇവിടെ കോഴികളാണ്, വെറൈറ്റി കോഴികളും ഒക്കെയാണ്. അതോടെ കണ്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുക. പുറത്തിറങ്ങി കഴിയുമ്പോഴാണ് 2 പിള്ളേര കിടുക്കാച്ചി ഒരു കുലുക്കി സർവത്ത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കണ്ട് നിന്ന് പോകും. അതുപോണൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ആ കുലുക്കി.